നമുക്ക് സ്റ്റഫ്ഡ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ വേണം. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തത്. ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നെയ്യും പഞ്ചസാര എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഒരു ഇളം ചൂട് പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം വേണമെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ലോണം സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഈ ഓയിലും കൂടെ ഒഴിച്ചിട്ട് 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കുകയാണ്. നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ചിക്കനിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള വെള്ളം ചിക്കൻ തന്നെ അങ്ങ് ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചോപ്പറിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാടങ്ങ് അരഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ അരയുകയും ചെയ്യണം. അങ്ങനത്തെ ഒരു പാകത്തിന് എടുക്കുക. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ ഒന്ന് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഫുള്ളും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് 2 സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ചിക്കൻ വേവിച്ചാലൊക്കെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് 1 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മസാല റെഡിയായി. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ പൊറോട്ട ഒന്ന് സോഫ്റ്റ് ആവുക. അപ്പോൾ നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോരോ ബോളാക്കി എടുക്കുക. അപ്പോൾ ഞാൻ 10 ബോൾസാണ് 1.5 കപ്പ് മൈദ കൊണ്ട് എടുത്തത്. ഇനി ഇത് നമുക്കൊന്ന് പരത്തി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുമ്പോൾ പരത്തിയെടുക്കുക. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. ആ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡ് പിടിച്ചിട്ടൊന്ന് മടക്കി ആ ചിക്കൻ
പുറത്തേക്ക് വരാത്ത രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യും മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ പിടിച്ചിട്ട് ഇതേപോലെ അങ്ങനെ ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ പിടിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചിക്കൻ മസാലയൊന്നും പുറത്തേക്കൊന്നും വരത്തില്ല. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള മാവ് ഇതേപോലെ പരത്തിയതിന് ശേഷം സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മസാല വെച്ച് കൊടുക്കുക. എന്നിട്ടത് നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് നെയ്യ് തടവുക, മൈദമാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചുറ്റിച്ച് റെഡിയാക്കി എടുക്കുക. ഞാൻ എല്ലാ ബോൾസും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബോൾ വെക്കുന്നതിന് മുന്നേ പ്ലേറ്റിലൊന്ന് നെയ്യ് തടവി കൊടുക്കണം. എന്നിട്ട് വേണം ബോൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബോൾസ് നമുക്കിനി പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെക്കുന്ന പലകൻ്റെ മുകളിലും കൂടെ കുറച്ച് നെയ്യ് തടവി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലാ ബോൾസും ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഇതേപോലത്തെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ മിക്സ് ചെയ്തെടുത്താണ് പുരട്ടി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ച പൊറോട്ട ഓരോന്നിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒരു സൈഡ് വെന്തതിന് ശേഷം മറ്റേ സൈഡ് വേവിച്ചെടുക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നെയ്യും ഓയിലും കൂടെ ഇടയ്ക്കൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ അതേ പൊറോട്ടയൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊറോട്ട ഒന്ന് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ പൊറോട്ടൻ്റെ ഉള്ളൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ലെയറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്.